കട്ടപ്പനയിൽ നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ അല്ലെന്ന് ആരോപണം. മരിച്ച സാബുവിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്ത പോലീസ് ആരോപണ വിധേയരുടെ മൊഴിയെടുത്തിട്ടില്ല. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെയും CPM ജില്ലാ കമ്മിറ്റി അംഗം BR സജിയുടെയും മൊഴിയെടുപ്പാണ് പൂർത്തിയാക്കാനുള്ളത്. പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസും ഒപ്പം BJPയും. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ്, സജിയുടെ ശബ്ദരേഖ നമ്മൾ പുറത്തുവിട്ടതാണ്. അവിടെ അടി കിട്ടേണ്ട സമയമായി എന്ന് പറഞ്ഞ് സജിയുടെ മൊഴി എടുത്തിട്ടില്ല. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ മാനസികമായി പിടിച്ചു തള്ളി എന്നൊക്കെ പറഞ്ഞവരുടെ മൊഴികൾ എടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമാണ് ആ പരാതി കുടുംബത്തിനുണ്ടാവുക എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ വൈകുന്നത് സന്ദീപ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തി വരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊഴി രേഖപ്പെടുത്തുന്ന ഓരോരുത്തരുടെയായി മൊഴി രേഖപ്പെടുത്തുകയാണ്. ആദ്യഘട്ടത്തിൽ ഭാര്യ മേരിക്കുട്ടിയുടെയും ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ബാങ്ക് ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ BR സജിയുടെയും ഈ ബാങ്ക് സെക്രട്ടറിയുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ SP അടക്കം വ്യക്തമാക്കിയിരുന്നു ഈ മൊഴി അടക്കം രേഖപ്പെടുത്തി വിശദമായിട്ടുള്ള പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് SP അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴിയെടുക്കുകയും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കേണ്ടത് ഈ BR സജിയുടെയും ഒപ്പം തന്നെ ബാങ്ക് ജീവനക്കാരുടെയും ഒക്കെയാണ്. അത് രേഖപ്പെടുത്തി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളടക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന